ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു രാത്രി ഷോപ്പിംഗ് ആണ്. നമ്മള് താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു ചെറുതല്ല വലിയൊരു മാളുണ്ട്. വെസ്റ്റ് ഫീൽഡ് മാൾ എന്നാണ് അതിന്റെ പേര്. അവിടെ ഒരു കോൾസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അത് രാത്രി ലേറ്റ് ആയാലും കുറച്ച് സമയം തുറന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോവാണ് അങ്ങോട്ടേക്ക്. നമ്മൾ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റോഡ് സൈഡാണ്. എന്തൊരു വൃത്തിയാന്ന് നോക്കിയാട്ടെ. പിന്നെ അങ്ങനെ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ ഒന്നും ഇല്ല. ലോൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്കൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് പോകുന്ന വണ്ടികളും നമുക്ക് കാണാൻ പറ്റും. രാത്രി ആയതുകൊണ്ട് കുറേ വണ്ടികളുണ്ട്. എല്ലാവരും വീട്ടിൽ പോകുന്നയും ഓഫീസ് കഴിഞ്ഞ് പോകുന്നയൊക്കെ കാഴ്ചകളാണിത്. പിന്നെ എന്താണ് നമുക്ക് സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ വെസ്റ്റ് ഫീൽഡ് മാളിലെത്തി. കോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇപ്പം സമയം കുറേ ആയിട്ടുണ്ട്. കടകളെല്ലാം ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഇപ്പം 7 മണി ആയിട്ടേ ഉള്ളൂ. ഇവിടെ 7 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാ കടകളും പൂട്ടും. ഇവിടെ എല്ലാവർക്കും ഒരു ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർ വേഗം പണി തീർത്ത് വീട്ടിൽ പോയിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അത് ഇവിടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ജോലി കഴിഞ്ഞാലും ഫ്രണ്ട്സിനൊന്നിച്ച് പോക്കും, എന്താ പറയാ അവിടെ ഇവിടെ ഇരുന്ന് വർത്താനം പറയല്, അതൊന്നും നല്ലതല്ലാന്നല്ല പറയുന്നത്. പക്ഷേ ഞാനൊരു ഫാമിലി പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് വീട്ടുകാരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് ഇവിടുത്തെ ലിഫ്റ്റ്, ഇവിടുത്തെ കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഒപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിമ്മാണ്. നമ്മളെ എയർടെൽ, ഐഡിയ ഒക്കെ പോലെ ഇവിടെ എല്ലാ സ്ഥലത്തും പിന്നെ ATM കാർഡ്സ് ഒക്കെ ഉണ്ട് മാളിന്റെ അകത്ത് തന്നെ. ഒരുവിധം എല്ലാ കടകളും പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാരെന്തായാലും ഉണ്ടാവും. അതൊരു 10 മണി വരെയെല്ലാം ഉണ്ടാവും. കാരണം സാധനം വാങ്ങാൻ ആൾക്കാരുണ്ടാവുമല്ലോ. ഇത് വെസ്റ്റ് ഫീൽഡ് മാളിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇവിടെ എന്തെല്ലാമാണ്, എങ്ങോട്ടേക്കാ പോണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് മാളിന്റെ ഒരു കാഴ്ചയാണ്. ബേക്കേഴ്സ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ബ്രെഡ്സും നല്ല എന്താ പറയണ്ടേ, ബന്നൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണവിടെ. പിന്നെ ഇതൊക്കെ ആൾക്കാര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്പേസാണ്. എല്ലാം പൂട്ടിയത് കൊണ്ട് തന്നെ ആൾക്കാര് കുറവാണ്. പിന്നെ ബ്രെഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബന്നൊക്കെ കിട്ടുന്ന ഒരു സ്ഥലാട്ടോ. പിന്നെ കോൾസിന്റെ ലിക്കർ ഷോപ്പാണത്. അങ്ങനെ നമ്മള് കോൾസ് ഹൈപ്പർ മാർക്കറ്റിൽ കേറി. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, "നിങ്ങള് തുടങ്ങിക്കോ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. കാരണം നിങ്ങൾക്ക് കാണിക്കണല്ലോ നമുക്കിവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ." ആദ്യം തന്നെ നമുക്ക് പിന്നെ ഇവിടെ പുറത്തുനിന്ന് വരുമ്പം തന്നെ കുറച്ച് ബേക്കറി സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇത് ക്രോസന്റ് ആണ്. ഇവിടെയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ആഹ് ഒരു പപ്സ് പോലെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ മധുരമായിരിക്കും. പിന്നെ ചോക്ലേറ്റ് കേക്ക്സ് ഉണ്ട്. പിന്നെ അതിന്റെ ഒരു സെക്ഷൻ തന്നെ ഈ ഫ്ലവേഴ്സിന് വേണ്ടി വെച്ചിട്ടുണ്ടാവും. ആൾക്കാർ ഇവിടെ എല്ലാവരും ഗിഫ്റ്റ് ചെയ്യ ഫ്ലവേഴ്സ് ആണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു 2, 3 ആൾക്കാരുടെ കയ്യിൽ എന്തായാലും ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ബെറീസിന്റെ സീസണാണ് ഇവിടെ. പിന്നെ ബ്ലാക്ക്ബെറി, പിന്നെ സ്ട്രോബെറീസ്, പിന്നെ റാസ്ബെറി, അങ്ങനെ കുറേ ബെറീസ് നമുക്ക് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നല്ല ടേസ്റ്റാട്ടോ ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ സ്ട്രോബെറീനെക്കാട്ടി നല്ല ടേസ്റ്റ് ഇവിടെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇതൊക്കെ മെലൺസ് ആണ്. പിന്നെ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാല്. മെലൺ എന്ന് പറയും ഇത്. പിന്നെ പാൻ കേക്ക്സ്, ഇതൊക്കെ ഇവിടേക്ക് എല്ലാം തീർന്നു. ആൾക്കാര് വന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട്. പിന്നെ ഡോണട്ട്സിന്റെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ തന്നെ കേക്ക് ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഈ നമ്മളെ ബന്നൊക്കെ ഇല്ലേ, സ്വീറ്റൻഡ് ബന്ന്, അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ നമ്മളെ കപ്പ് കേക്ക്സ് പോലത്തെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ബ്രെഡ് ലോഫ്സ് ഉണ്ട്, ബ്രെഡുകളുണ്ട്. പിന്നെ ചോക്ലേറ്റും പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡോണറ്റ്സ്, എല്ലാം ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വന്നാൽ കിട്ടും. എല്ലാവരും ഇങ്ങനെ പിന്നെ വർക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടുപോയി അവർക്ക് കഴിക്കാം. ഇനി വെജിറ്റബിളിന്റെ സെക്ഷനാണ്. നമ്മളെ ബ്രോക്കോളി, നമ്മളെ കോളിഫ്ലവറ്, പിന്നെ ഇതും ബ്രോക്കോളിന്റെ ഒരു പിന്നെ ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ അത് അസ്പരാഗസ് എന്ന് പറയും. അസ്പരാഗസ് ബ്രാഞ്ച്. ഇതൊക്കെ ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് ആക്കാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ചൈനീസ് ബ്രോക്കോളിയാന്ന് തോന്നുന്നത്. ചൈനീസ് ക്യാബേജും പിന്നെ ഐസ്ബർഗ് അതൊക്കെ ഉണ്ടായിരുന്നു. ചില ആൾക്കാരില്ലേ എടുത്തിട്ട് അതിന്റെ സ്ഥലത്ത് കൊണ്ടേക്കാണ്ട് വേറെ എവിടെയും കൊണ്ടേക്കും. പിന്നെ ഇത് പിന്നെ ഗ്രേപ്സ് ആണ്. പിന്നെ വെജീസ്, നമ്മളെ ഗ്രീൻ ലീവ്സും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കവറിലാക്കി വെക്കും. ആൾക്കാർക്ക് കൊണ്ടുപോയി സാലഡ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടുള്ള സാലഡ് മിക്സ് ആണ് ആ കുപ്പികളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഒലിവ് ഓയിൽ ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ ഇത് നമ്മളെ കിവി ഫ്രൂട്ട് ആണ്. ഈ 4 കിവി ഫ്രൂട്ടിന് $5 ആണ്. വലിയ പൈസയാണ് കേട്ടോ നമ്മള് നോക്കുമ്പോ. ഇതൊക്കെ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് ഗ്രേപ്പ് ആണ്. നമ്മള് കുരുവില്ലാത്ത മുന്തിരിങ്ങയില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ ഈ സാധനം. അതൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബാഗ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാഗ്സ് അവിടെ വെച്ചിട്ടുണ്ടാവും. നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രാവശ്യം അത് യൂസ് ചെയ്യാം. പിന്നെ $4 ഒരു കുഞ്ഞി ബാഗ് ബേബി കുക്കുംബർ വാങ്ങാൻ പറ്റും. കുക്കുംബറിന്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇത് ടൊമാറ്റോന്റെ ഒരു
ടൈപ്പ് ഓഫ് ടൊമാറ്റോന്റെ സെക്ഷനാണ്. ഇവിടെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, പച്ച, മെറൂണ് കുഞ്ഞു കുഞ്ഞു തക്കാളികളുണ്ട്. അത് പഴാണ്. നമ്മളെ റോബസ്റ്റേന്റെ ഫാമിലിയിൽ വരുന്ന ഒരു മഞ്ഞ റോബസ്റ്റാന്ന് തോന്നുന്നു എനിക്ക്. അതിന്റെ ഒരു ടേസ്റ്റാ ഉള്ളത്. പിന്നെ പേറുണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെയും ടൊമാറ്റോ ഇത് കുറച്ച് വലിപ്പമുള്ള തക്കാളി, പിന്നെ അതിന്റെ കുറച്ച് കുഞ്ഞു തക്കാളി. ഇത് നമ്മളെ നട്ട്സിന്റെ സെക്ഷനാണ്. റോസ്റ്റഡ്, അൺറോസ്റ്റഡ്, സോൾട്ടഡ്, അൺസോൾട്ടഡ് ആയിട്ടുള്ള നട്ട്സ് ഉണ്ട്. വാൾനട്ട് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നട്ട്സ് ഒക്കെ തോല് പൊളിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ചോക്ലേറ്റ് മിക്സിലും ഇട്ടിട്ട് ഉള്ള നട്ട്സ് ഉണ്ട്. പിന്നെ അതിന്റെ കോമ്പിനേഷൻ അതായത് പിന്നെ മിക്സഡ് പല നട്ട്സും കമ്പൈൻ ചെയ്തിട്ടുള്ള പാക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കമ്പൈൻ ചെയ്തിട്ടുള്ള പാക്കറ്റ് ഉണ്ട്. അത് ലൂസായിട്ടും കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് എന്നാ വേണ്ടത് നമുക്ക് കുഞ്ഞു പാക്കറ്റ് വേണമെങ്കിൽ കുഞ്ഞു ബോക്സ് അവിടുന്ന് എടുക്കാം. കുറച്ച് വലുത് വേണമെങ്കിൽ അതെടുക്കാം. നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് അതും എടുക്കാം. പിന്നെന്താണ് ഇതാണ് നട്ട്സിന്റെ ഒരു സ്ഥലം. ഇത് ലെബനീസ് കുക്കുംബർ. നമ്മൾ നേരത്തെ കണ്ടത് ബേബി കുക്കുംബർ ആണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് കുക്കുംബർ. ഇത് കുറച്ച് വലുതാണ്. ലെബനീസ് കുക്കുംബർ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇത് തക്കാളിയാന്ന് തോന്നുന്നു എനിക്ക്. ഇത് ഓസ്ട്രേലിയൻ ഫാമിന്നൊക്കെ വരുന്ന പിന്നെ വെജിറ്റബിൾസ് ആണ്. പിന്നെ ഇത് പൊട്ടറ്റോന്റെ സെക്ഷൻ ആണ്. ആദ്യത്തേത് അൺബ്രഷ്ഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ആണ്. അതിന് പൈസ കുറച്ച് കുറവാണ്. പിന്നെ റോയൽ റെഡ് പൊട്ടറ്റോ പിന്നെ ഗോൾഡൻ ക്രീമി പൊട്ടറ്റോ ആണ് രണ്ടെണ്ണം. അത് രണ്ടും പൈസ കുറച്ച് കൂടുതലാണ്. അത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പൊട്ടറ്റോ ആയതുകൊണ്ടും അത് ബ്രഷ് ചെയ്ത പൊട്ടറ്റോ ആയതുകൊണ്ടും കൂടിയാണ് അതിന് പൈസ കുറച്ച് കൂടുതൽ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടറ്റോ ചുവപ്പ് കളറുള്ള മധുരക്കിഴങ്ങ്. ഇതിന് 4 പോയിന്റ് സംതിങ് ഡോളറാണ്. ഇത് ബേക്കറി സെക്ഷൻ ആണ് കേട്ടോ. അതൊരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്രോസൻസ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളെ പപ്സ് ഇല്ലേ അതുണ്ട്. പല കേക്കുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു കേക്കുകളുണ്ട്. ഇഷ്ടക്കണക്കിന് ബേക്കറി സാധനം നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മളെ മാക്രോൺസ് ഇല്ലേ മാക്രോൺസ് ഉണ്ട്. കുഞ്ഞു 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 ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ബന്നുകളുണ്ട്. പലതരത്തിലുള്ള ബന്നുകളുണ്ട്. ചീസ് കേക്ക്സ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കേക്കുകളുണ്ട്. വലിയ വലിയ കേക്കുകളുണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്. വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്. നോൺ വെജിറ്റേറിയൻസും ഉണ്ട്. അത് അവർക്ക് പറ്റിയ ഓപ്ഷൻസും ഉണ്ട്. പിന്നെന്താണ് ഇതാണ് നമ്മുടെ കേക്കിന്റെ ഒക്കെ ഒരു ഏരിയ. പിന്നെ ഇത് ചീസിന്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഗാർലിക് ചീസ് ഉണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് ഇട്ടിട്ടുള്ള ചീസ് ഉണ്ട്. പിന്നെ ഹെർബ്സ് ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ സോസസ്, ഒലിവ് ഓയിൽ അതിന്റെയൊക്കെ ഒരു സെക്ഷനാണ്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ബേക്കറി ഐറ്റം ഉണ്ട്. നമ്മളെ വേഫിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെയുണ്ട്. പിന്നെ ഇത് പാൻട്രി ആണ്. ഇന്ത്യൻ പാൻട്രി ആണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മളെ ഇന്ത്യൻ മസാലകള്, പശു നെയ്യ്, പിന്നെ നമ്മളെ അരി, പിന്നെ നമ്മുടെ പിന്നെ സ്പൈസസ്, പിന്നെ നമ്മളെ ലെന്റിൽസ്, പിന്നെ മസാലകള് ഒരുവിധം എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഈ ഒരു പിന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാത്തിനും ബോർഡ് ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് പാലിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ പാല് പിന്നെ കുപ്പിയിലായിട്ടാ വെക്കുക. ക്രീംഡ് പിന്നെ ലോ ഫാറ്റ്, സ്കിംഡ് എല്ലാം ഉണ്ട്. നമുക്കെല്ലാം പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ മിൽക്കും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓരോ സെക്ഷൻസിന് ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ട്. ജാം, സ്പ്രെഡ്, ജ്യൂസ് അതുപോലെ തന്നെ ഡയറി പിന്നെ അതുപോലെ തന്നെ ഈ പാൻട്രികളില്ലേ അത് പിന്നെ മെഡിറ്ററേനിയൻ, ഏഷ്യൻ, ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അവരുടേതായ ഫുഡ് വേണമെങ്കിൽ നമുക്കിങ്ങനെ നോക്കി പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഭാഗം വീഡിയോ അടുത്തത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോനെ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.